അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയുക. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എങ്കിൽ മറ്റൊരാളെ കൊണ്ട്. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവരും എന്നാ പറയുന്നു? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നവർ, റാഹത്താണോ? അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്, ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ആ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് കൂടി അത് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് 2 വാക്കും പറയാമെന്ന് വെച്ചു. അപ്പം ഞാൻ ആ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതായിരുന്നു ആ വീഡിയോ. ഒരാൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് അയാൾക്ക് നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ തൊണ്ടയിൽ കുടുങ്ങിയിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ അല്ലെങ്കിൽ മണ്ടയിൽ കയറിയിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ അയാൾക്ക് എന്തോ സംഭവിച്ചു. അയാൾക്ക് അങ്ങനെ ശ്വാസം കിട്ടാത്തൊരവസ്ഥ വന്നപ്പോൾ പെട്ടെന്ന് ഒരു ദൈവദൂതനെ പോലെ ഒരാൾ വന്നിട്ട് രക്ഷിക്കുന്ന ഒരവസ്ഥയാണ് നമ്മളവിടെ കണ്ടത്. ആ ഷോപ്പിലോ അതോ അടുത്ത ഷോപ്പിലോ ഉണ്ടായിരുന്ന CCTV ദൃശ്യങ്ങളാണ് ഇതിൽ നമ്മൾ കാണുന്നത്. പക്ഷേ ഇപ്പോൾ ഞാനായാലും നിങ്ങളായാലും നമ്മൾ ധൃതിപ്പെട്ട് ഫുഡ് കഴിക്കുമ്പോൾ ഒന്നി തൊണ്ടയിൽ കുടുങ്ങും. അപ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത് വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ട് വരും. അതുപോലെ തന്നെ നമ്മൾ ചുമച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ മണ്ടയിൽ നാസിയിൽ കയറിക്കഴിഞ്ഞാൽ അത് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ മണ്ടയിലൊക്കെ കയറുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ, ശ്വാസം കിട്ടാത്തൊരവസ്ഥ. അതേ അവസ്ഥയായിരിക്കും ചിലപ്പോൾ അയാൾക്ക് വന്നിട്ടുണ്ടാവുക. അപ്പോൾ പെട്ടെന്ന് ആളിനെ വിളിച്ചപ്പോൾ അയാൾ വന്നിട്ട് ചെയ്ത ഒരു ഹെൽപ്പ്, ഇപ്പോൾ വേറെ ഒരാളെ ഇപ്പോൾ വിളിച്ചാലും അയാൾക്ക് ചിലപ്പോൾ ഈ ഒരു ട്രിക്ക് അറിയാൻ പാടില്ലായിരിക്കും. പക്ഷെ ഒരു ദൈവദൂതൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സത്യം പറഞ്ഞാൽ ഒരുപാട് നാളായി ഇങ്ങനൊരു നല്ലൊരു വീഡിയോ കണ്ടിട്ട്. പെട്ടെന്ന് ഒരാൾക്ക് ഉണ്ടായ ഒരു ബുദ്ധിമുട്ട് പെട്ടെന്ന് തന്നെ ഒരു ദൈവദൂതനെ പോലെ വന്നിട്ട് ഒരാൾ മാറ്റി കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ദൈവനിശ്ചയം എന്ന് വേണം പറയാൻ. ഈ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മൾ ജോലിയും തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇപ്പോൾ എന്തായാലും ഒരു ജോലിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് സ്പീഡിന് കഴിക്കാനേ നോക്കും. അപ്പോൾ നമുക്ക് സ്പീഡിന് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ കഴിവതും നമ്മൾ സമാധാനത്തിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയുക. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എങ്കിൽ മറ്റൊരാളെ കൊണ്ട് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയാലോ ഇതുപോലെ. അപ്പോൾ നമ്മുടെ ജീവൻ നമുക്ക് സേഫാക്കി വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് കൂടി അത് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.